ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. നമ്മളിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെം BA BSc ഗദ്യതാര ടെക്സ്റ്റിലെ സദാചാർ കാ താവീസ് എന്ന വ്യംഗ്യാത്മക് ലേഖാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സാണ്. ഇതിൻ്റെ വീഡിയോ ചാനലിൽ അപ്ലോഡാണ്. ആദ്യം കഥ ആസ്വദിച്ച് വായിക്കുക, പിന്നീട് വീഡിയോ കാണുക. ദെൻ യു മൂവ് ഓൺ ടു ദിസ് സെഷൻ. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആദ്യം 10 മാർക്സ് ക്വസ്റ്റ്യൻ. ഇത് കമ്പാരിറ്റീവ്ലി ഈസി ചാപ്റ്ററാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും, എഴുതാനും എളുപ്പമാണ്. So it's better to concentrate essay part of this chapter. सदाचार का तावीज़ कहानी का सारांश लिखिए. അതിൻ്റെ സാരാംശം സമ്മറി. हिंदी साहित्य जगत में व्यंग्य विधा को एक नई पहचान देने वाले हरिशंकर परसाई जी की एक रोचक रचना है सदाचार का तावीज़. ഹിന്ദി സാഹിത്യ ലോകത്ത് വ്യംഗ്യ അല്ലെങ്കിൽ സെറ്റയർ, വ്യംഗ്യാത്മകമായിട്ട് കഥകൾ അവതരിപ്പിക്കുന്ന ഒരു പുതിയ രീതി കൊണ്ടുവന്നൊരു വ്യക്തിയാണ് ഹരിശങ്കർ परसाई. അദ്ദേഹത്തിൻ്റെ വളരെ रोचक मीन्स इंटरेस्टिंग रचनायान सदाचार का तावीज़. एक राजा और उनके दरबारियों की कथा के द्वारा वे समाज में व्याप्त भ्रष्टाचार नामक विसंगति की ओर हमारा ध्यान आकर्षित करते हैं. ഒരു രാജാവും അദ്ദേഹത്തിൻ്റെ കുറേ ദർബാറികളും, അദ്ദേഹത്തിൻ്റെ രാജസദസ്സിലുള്ള മന്ത്രിമാരും മറ്റാൾക്കാരും അവരുടെ ഒരു കഥയിലൂടെ സമാജ് മേ വ്യാപ്ത് ഭ്രഷ്ടാചാർ, സമൂഹത്തിൽ അഴിമതി വളരെയധികം അങ്ങ് കൂടി നിൽക്കുന്ന സമയത്ത് നമ്മളെല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് കേന്ദ്രീകരിക്കാൻ വേണ്ടി ഈ ഒരു രാജാവിൻ്റെ കഥയിലൂടെ, ഒരു വിഡ്ഢിയായ രാജാവ്, അദ്ദേഹത്തിൻ്റെ കഥയിലൂടെ സമൂഹത്തിനെ ഈ അഴിമതി എന്ന ഒരു മഹാവിപത്തിനെ ചൂണ്ടിക്കാണിക്കുകയാണ് ഹരിശങ്കർ परसाई. ഈ ഹരിശങ്കർ परसाई ഉണ്ടല്ലോ, നമ്മുടെ ഗവൺമെൻറ്റിനെയോ മന്ത്രിമാരെയോ ആരെയും പേടിയില്ലാതെ എഴുതുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒരുപാട് അഴിമതി, ഏത് ഓഫീസിൽ ചെന്നാലും കൈക്കൂലി കൊടുക്കാതെ ഒരു കാര്യവും നടക്കില്ല. എഴുത്തുകാർ അവർക്ക് അവാർഡ് കിട്ടും, അല്ലെ വലിയ വലിയ പൊസിഷൻ കിട്ടുമെന്ന് പറഞ്ഞ് ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്ന സമയത്താണ് തൻ്റെ വ്യംഗ്യ രചനയിലൂടെ ഹരിശങ്കർ परसाई വളരെ ശക്തമായിട്ട് എഴുതിയിരുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്ഥാനമാനമോ ആരെയും പേടിയൊന്നുമില്ലായിരുന്നു. സമൂഹത്തിൽ കാണുന്ന കൊള്ളരുതായ്മ അതിനെ ഒരു ഹാസ്യ രൂപത്തിൽ എങ്കിൽ കൊള്ളേണ്ടടുത്ത് കൊള്ളും, അതാണല്ലോ വ്യംഗ്യത്തിൻ്റെ പ്രാധാന്യം തന്നെ. യഹാ രാജാ ഉൻ അധികാരിയോं के प्रतीक हैं जो अपने चालाक एवं चापलूस अफसरों की मीठी मीठी बातों में फंसकर भ्रष्टाचार को फैलने में मदद करते हैं. ഇവിടെ രാജാവ് ആ ഓഫീസേഴ്സിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ്. ഏത് ഓഫീസേഴ്സ്? തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ മീഠി മീഠി ബാത്തേ, ചാപ്ലൂസ് അഫ്സറോക്കെ, ചാപ്ലൂസ് എന്ന് വെച്ചാൽ സോപ്പിടുന്നത്. ഈ രാജാവിനെ ആക്ച്വലി അഴിമതി മാറ്റണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അയാളുടെ ദർബാറികൾ അദ്ദേഹത്തിനെ സോപ്പിട്ടിങ്ങനെ യാഥാർത്ഥ്യം മനസ്സിലാപ്പിക്കാതെ നിർത്തും. അങ്ങനത്തെ ഉന്നത അധികാരികളുടെ ഒരു പ്രതീകമാണ് ഈ രാജാവ്. മന്ത്രിമാർ അല്ലെ ഓഫീസേഴ്സ് അവർ തെറ്റിദ്ധരിപ്പിക്കുന്നു. അപ്പോൾ ഉന്നത സ്ഥാനത്തിലിരിക്കുന്നവർ ചിലപ്പോൾ വാസ്തവത്തിൽ സമൂഹത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവരായിരിക്കാം. പക്ഷേ അവരുടെ താഴേക്കിടയിൽ ജോലി ചെയ്യുന്നവർ ഈ ചാപ്ലൂസ് അഫ്സറാണെങ്കിൽ ഇങ്ങനെ ഈ രാജാവിൻ്റെ അവസ്ഥ തന്നെ വരും. कहानी एक ऐसे राज्य के बारे में है जहाँ बड़ी मात्रा में भ्रष्टाचार फैल चुकी थी और राजा अपने राज्य की इस हालत से काफ़ी परेशान थे. ആ രാജ്യത്ത് വലിയ എമൗണ്ടിൽ അഴിമതി പടർന്നു കഴിഞ്ഞിരുന്നു. രാജാവ് ഈ കാര്യത്തിൽ വളരെ ചിന്താവിഷ്ടനായിരുന്നു. ഇത്തനാ പരേഷാൻ कि वे रात को चैन से सो भी न पाते थे. രാജാവാണെങ്കിൽ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ഈ ഒരു ഇഷ്യൂ കാരണം. രാത്രിയിൽ അദ്ദേഹത്തിന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ലായിരുന്നു. समस्या का हल दरबारियों से पूछे जाने पर वे राजा को खुश करने के लिए कह डालते हैं कि उनकी आँखों को राजा की विशालता देखने की इतनी आदत पड़ गई है कि उन्हें भ्रष्टाचार जैसी बारीक चीज़ नहीं दिखती. അപ്പോൾ രാജാവ് നാച്ചുറലി തൻ്റെ വിഷമം ആദ്യം ദർബാറികളോടാണ് പറയുന്നത്, മന്ത്രിമാരോടും സദസ്സിലുള്ളവരോടും, രാജസദസ്സിലുള്ളവരോട് ആദ്യം പറഞ്ഞു. അപ്പോൾ അവരെന്താണ് പറഞ്ഞത്? അയ്യോ, ഈ അഴിമതി എന്ന് പറഞ്ഞ സാധനം വളരെ മൈന്യൂട്ടാണ് രാജാവ്, ഞങ്ങളുടെ കണ്ണുകളുകൊണ്ട് അത് കാണാനൊക്കത്തില്ല. കാരണം ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയുടെ വിശാലത കണ്ട് ശീലിച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഈ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളൊന്നും ഞങ്ങളുടെ കണ്ണിൽ പെടത്തില്ല. फिर राजा ने विशेषज्ञों को भ्रष्टाचार ढूंढ निकालने का काम सौंपा. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ചില സ്പെഷ്യലിസ്റ്റുകൾ, വിശേഷജ്ഞ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലിസ്റ്റുകൾ,
അവരെ ഏൽപ്പിച്ചു, 5 പേരെ ഏൽപ്പിച്ചു ഈ അഴിമതി കണ്ടുപിടിക്കാൻ. विशेषज्ञों ने 2 महीने लगाकर रिपोर्ट राजा के सामने रखा. 2 മാസം കഷ്ടപ്പെട്ട് ഈ സ്പെഷ്യലിസ്റ്റുകൾ റിപ്പോർട്ട് രാജാവിൻ്റെ മുമ്പിൽ വെച്ചു. उन्होंने बताया कि भ्रष्टाचार सूक्ष्म है, अगोचर है, सर्वव्यापी है. അപ്പോൾ അവരുടെ റിപ്പോർട്ടിൽ എന്താണ്? ഈ അഴിമതി സർവ്വടത്തും ഉണ്ട്, അത് സൂക്ഷ്മമാണ്, വളരെ മൈന്യൂട്ടാണ്, അഗോച്ചറാണ്, അഗോച്ചർ മീൻസ് കാണാൻ പറ്റത്തില്ല, സർവ്വവ്യാപിയാണ്, എല്ലായിടവും വ്യാപിച്ചിരിക്കുകയാണ്, എല്ലായിടവും വ്യാപിച്ചിരിക്കുകയാണ്, സർവ്വവ്യാപിയാണ്, പക്ഷേ കാണാനൊക്കത്തില്ല, വളരെ സൂക്ഷ്മമാണ്. उनका सुझाव था कि राज्य से भ्रष्टाचार पूर्ण रूप से हटाने के लिए व्यवस्था में काफ़ी परिवर्तन करने होंगे. റിപ്പോർട്ട് വെക്കുക മാത്രമല്ല അവർ ചെയ്തത്, അവർ സജഷനും തന്നു. എന്താണ് സജഷൻ? അഴിമതി പൂർണ്ണമായിട്ട് രാജ്യത്തിൽ മാറ്റണമെങ്കിൽ ഈ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റം പൂർണ്ണമായിട്ടും ഉടച്ചു വാർക്കേണ്ടി വരും. വ്യവസ്ഥാമേ काफ़ी परिवर्तन करने होंगे. सबसे बड़ा परिवर्तन तो यह है कि ठेका देने की व्यवस्था को ही खत्म करना होगा. അതിൽ ഏറ്റവും വലിയ സ്റ്റെപ്പ് ഈ ठेका എന്ന് വെച്ചാൽ കോൺട്രാക്റ്റ് കൊടുക്കുക, ഓരോരുത്തർക്കും ഓരോ കാര്യം കോൺട്രാക്റ്റ് കൊടുക്കുക, ഈ ഒരു സിസ്റ്റം തന്നെ ഇല്ലാതാക്കണം. കാരണം എന്താണ്? കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ളവർക്ക് കോൺട്രാക്റ്റ് കൊടുക്കും, അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന്, കോൺട്രാക്ടറിൻ്റെ കയ്യിൽ നിന്ന് ഓഫീസേഴ്സ് പൈസ വാങ്ങിക്കും. राज्य में चली आ रही व्यवस्था बदलना दरबारी चाहते ही न थे, क्योंकि ठेके से ही उनको फ़ायदा होता था. अब राज्य में एक व्यवस्था चली आ रही थी, ഒരു സിസ്റ്റം നിലനിൽക്കുന്നു, അതിലെല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. കാരണം ഈ ദർബാറികൾക്ക് ഈ കോൺട്രാക്ടറിൻ്റെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ കാശ് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യവസ്ഥ മാറ്റാൻ അവർക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. क्योंकि ठेके से ही उनको फ़ायदा होता था. फ़ायदा होना ലാഭം. ठेके ഉണ്ടെങ്കിൽ, കോൺട്രാക്റ്റ് ഉണ്ടെങ്കിലേ അവർക്ക് ലാഭമുള്ളൂ. अतः उन्होंने राजा को दूसरा सुझाव दिया. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഇത് അവർക്ക് തന്നെ ബുദ്ധിമുട്ടായി വരും എന്നറിഞ്ഞതുകൊണ്ട് അവർ രാജാവിന് വേറൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു. സുझाव देना टू सजेस्ट. उन्होंने राजा के सामने एक ऐसे साधु को पेश किया जिसने ऐसे ताबीज़ खोज निकाला था जिसे बांधने से ആദ്മി സദാചാരി ഹോ ജാത്താ ഹെ. എവിടുന്നോ ഒരു സന്യാസിയെ കൊണ്ടുവന്ന്, എന്നിട്ട് അദ്ദേഹം ഒരു തകിട് കണ്ടുപിടിച്ചു പോലും. ആ തകിട് കെട്ടിയാൽ ഏതൊരു വ്യക്തിയും സദാചാരിയാവും, നല്ല പോലെ പെരുമാറും. സദാചാരം എന്ന് വെച്ചാൽ നല്ല പെരുമാറ്റം. राजा उनकी बातों पर विश्वास करते हैं और साधु को ही ताबीज़ बनाने का कारखाना खोलने का ठेका दे देते हैं. നോക്കൂ, ഈ ठेका കോൺട്രാക്റ്റ് എന്ന സാധനം മാറ്റണം എന്ന് പറഞ്ഞെടുത്ത് ഈ സന്യാസിക്ക് തന്നെ എത്രയോ ലക്ഷം രൂപ കൊടുത്ത് ഈ തകിടുണ്ടാക്കാനുള്ള വലിയ ഫാക്ടറി ഉണ്ടാക്കാനുള്ള കോൺട്രാക്റ്റ് കൊടുക്കും. കാർഖാന ഖുൽ ജാത്താ ഹെ, ലാഖോ താവീസ് ബനെ और सभी कर्मचारियों की भुजाओं पर बांध दी गई. അങ്ങനെ ഫാക്ടറി തുറന്നു, ലക്ഷക്കണക്കിന് തകിടുകൾ ഉണ്ടാക്കി, എല്ലാ കർമ്മചാരി ഓഫീസേഴ്സ്, എല്ലാ ഉദ്യോഗസ്ഥരുടെയും കയ്യിലിത് കെട്ടി. कुछ दिनों बाद राजा वेश बदलकर कर्मचारियों की परीक्षा लेने निकले. तब उन्हें सच्चाई का ज्ञान हुआ कि महीने के आखिरी तारीख को जब कर्मचारियों के पास पैसों की कमी होती है तो वे घूस स्वीकार कर लेते हैं. നിങ്ങൾ കഥ വായിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാം. രാജാവ് വേഷം മാറി ടെസ്റ്റ് ചെയ്യാൻ ചെന്നു. അപ്പോഴാണ് മനസ്സിലായത് മാസാവസാനം ആവുമ്പം ഈ തകിട് പോലും കൈക്കൂലി വാങ്ങിക്ക് എന്നുള്ള ഒരു സ്വരമാണ് പുറപ്പെടുവിക്കുന്നത്. സ്വയം താവീസ് ഉനെ ഘൂസ് സ്വീകാർ കർണേക്ക് പ്രേരണ ദേത്താ ഹെ. ഈ തകിട് തന്നെ അവരെ പ്രേരിപ്പിക്കുന്നു. संक्षेप में कह सकते हैं कि अगर समाज में व्याप्त अनाचारों का उन्मूलन करना ही है तो सबसे पहले तो उन अनाचारों का कारण ढूंढ निकालना चाहिए, और अगर सच में बदलाव चाहते हो तो चली आ रही व्यवस्था को बदलने का സാഹസ് ദിഖാനാ ചാഹിയെ. ചുരുക്കി പറഞ്ഞാൽ ഹരിശങ്കർ പ്രസാദ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മ മാറ്റണമെങ്കിൽ ആദ്യം വേണ്ടത് അതിൻ്റെ കാരണം കണ്ടുപിടിക്കുക. ഇവിടെ കാരണം കണ്ടുപിടിച്ചത് എന്താണ്? ഈ ഇല്ലായ്മ വരുമ്പോഴാണ്. അപ്പോൾ തൊഴിലാളികൾക്ക് ഒരു മാസത്തിനുള്ള വരുമാനം തികയുന്നില്ല, അതും ഒരു റീസണാണ്. മാസാവസാനം ആകുമ്പോൾ ശമ്പളം തീർന്നു പോകുന്നു. അപ്പോൾ കാരണം കണ്ടുപിടിക്കുക. അതുപോലെ വ്യവസ്ഥയിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് മാറ്റാനുള്ള ഒരു ആത്മധൈര്യം കാണിക്കുക, ആ ഒരു മനഃശക്തി കാണിക്കണം മാറ്റാനുള്ളത്. അങ്ങനെ വ്യവസ്ഥ മാറ്റുമ്പോൾ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് താല്പര്യമുള്ള ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേർക്ക് അത് തടസ്സമാവും. പക്ഷേ ഒരു ഓഫീസറിന്
ഇങ്ങനെ ഒരു അഴിമതി ഇല്ലാതാക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിൽ, ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ വ്യവസ്ഥ മാറ്റിയേ പറ്റൂ. ചാഹേ ഉസ്മേ കിത്തനി ഹി ദിക്കത്ത് ക്യോ നാ ഹോ. ദിക്കത്ത് മീൻസ് ബുദ്ധിമുട്ട്. അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും, ഒരുപാട് പേര് പിണങ്ങും, പക്ഷേ അത് ചെയ്തേ പറ്റൂ. അന്ധവിശ്വാസവും കെ പീछे ന ഭാഗ്കർ അക്കൽമന്ദി സെ കാം ലേനാ ചാഹിയെ. ഇവിടെ നോക്കിയ സയൻറ്റിഫിക്കായിട്ട് വിശേഷജ്ഞർ ഒരു റിപ്പോർട്ട് വെച്ചു. അത് നോക്കാതെ അന്ധവിശ്വാസത്തിൻ്റെ പുറകിൽ ഒരു സാധുവിൻ്റെ വാക്കുകൾ കേട്ട് പോകുന്നതിന് പകരം സയൻറ്റിഫിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യണം. और चापलूस कर्मचारियों की बातों में उच्च अधिकारियों को नहीं आना चाहिए. ചാപ്ലൂസ് കർമ്മചാരി എല്ലായിടത്തും ഉണ്ട്, സോപ്പിടുന്ന കർമ്മചാരികൾ എല്ലായിടത്തും ഉണ്ട്, സോപ്പിടുന്ന കീഴ് ജീവനക്കാർ എല്ലാ വിഭാഗത്തിലും ഉണ്ട്. പക്ഷേ അവരിൽ നിന്ന് ഉच्च അധികാരികൾ, ഓഫീസേഴ്സ് എപ്പോഴും അലേർട്ടായിരിക്കണം. व्यंग्य सम्राट हरिशंकर परसाई जी ने सदाचार का तावीज़ नामक रचना से यही व्यक्त करना चाहा है. व्यंग्य सम्राट ഹരിശങ്കർ പർസായി തൻ്റെ ഈ രചനയിലൂടെ ഇത് തന്നെയാണ് വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചത്. മൂവിങ് ഓൺ ടു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ, 5 മാർക്സ് ക്വസ്റ്റ്യൻ. സദാചാർ കാ താവീസ് കാ വ്യംഗ്യ സംജായിയെ. ഇതൊരു മോസ്റ്റ് പ്രൊബബിൾ ഷോർട്ട് ആൻസർ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന ഏറ്റവും നല്ലൊരു ആപ്റ്റായിട്ട് വരാവുന്നൊരു ക്വസ്റ്റ്യനാണ് സദാചാർ കാ താവീസ് കാ വ്യംഗ്യ സംജായിയെ. हिंदी साहित्य जगत के व्यंग्य सम्राट हरिशंकर परसाई जी काफ़ी बारीकी से समाज को देखते परखते थे. വളരെ മൈന്യൂട്ടായിട്ടായിരുന്നു സമൂഹത്തിനെ നിരീക്ഷിക്കുന്നത്. ദേഖ്ന പരഖ്ന എന്ന് വെച്ചാൽ സൂക്ഷ്മമായിട്ട്, നമ്മൾ കാണുന്ന പോലെയല്ല, സൂക്ഷ്മമായിട്ട് വീക്ഷിക്കുക. ഉൻകി വ്യംഗ്യരചനായെ മാത്രം മനോരഞ്ജൻ കെ ലിയെ നഹി ഹോത്ത. അപ്പോൾ അദ്ദേഹം ഈ വ്യംഗ്യരചനകൾ എഴുതുന്നത് വെറും ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയല്ല, ബൽക്കി സമാജ് की कमज़ोरियों और विसंगतियों की ओर हमारा ध्यान आकर्षित करना उनका लक्ष्य रहा है. സമൂഹത്തിലെ കംസോറി, വീക്ക്നെസ്, സമൂഹത്തിലുള്ള വീക്ക്നെസ്, വിസംഗതിയാം, കൊള്ളരുതായ്മ, ഉസ്കി പ്രതി ഹമാര ധ്യാൻ ആകർഷിത് കർണ ഉൻക ലക്ഷ്യ രഹാ ഹൈ. സമൂഹത്തിൽ എന്തൊക്കെ കൊള്ളരുതായ്മകളുണ്ട് അതിനോട് നമ്മുടെ ദൃഷ്ടി അങ്ങോട്ട് പതിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. യഹാ ഇസ് രചന മേ समाज में व्याप्त भ्रष्टाचार की ओर वे हमारा ध्यान आकर्षित करते हैं. ഇവിടെ ഈ ഒരു ഇതിൽ സമൂഹത്തിൽ അഴിമതി എന്ന ഒരു തിന്മ, അതിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. ഹരിശങ്കർ പ്രസായിയുടെ ഒരുപാട് രചനകളുണ്ട് പല പല കൊള്ളരുതായ്മകളെ പറ്റി സമൂഹത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇതൊരെണ്ണം അഴിമതിയെ പറ്റിയാണ്. घूस दिए बिना किसी भी दफ्तर से कोई काम निकलवाना नामुमकिन सा होने लगा था. ഘൂസ്, കൈക്കൂലി കൊടുക്കാതെ ഒരു ഓഫീസിൽ നിന്നും ഒരു കാര്യവും സാമാന്യ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന ഒരവസ്ഥ, സാമാന്യ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നു. കൈക്കൂലി കൊടുത്താലേ കാര്യം നടക്കൂ. ठेकेदार और उनको ठेका दिलवाने वाले अफसर മാലാമാൽ ഹോത്തെ ജാ രഹേ थे. ഒരു വശത്ത് കോൺട്രാക്ടേഴ്സും അവർക്ക് കോൺട്രാക്റ്റ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഓഫീസേഴ്സും അവർ നല്ല പണം കൊണ്ട് കൊഴുത്തു വന്നു. പക്ഷേ പാവപ്പെട്ട ജനങ്ങൾക്ക് ഏതൊരു സർവീസ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടണമെങ്കിലും കൈക്കൂലി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. समाज की इसी बुराई की ओर एक कहानी के द्वारा व्यंग्यात्मक रूप से सदाचार का तावीज़ को प्रस्तुत किया गया है. ഈ ഒരു സമൂഹത്തിലെ ഈ ഒരു തിന്മയാണ് കളിയാക്കലിലൂടെ അദ്ദേഹം ഈ ഒരു സദാചാർ കാ താവീസ് എന്ന രചനയിലൂടെ പ്രകടം ആക്കിയിരിക്കുന്നത്. സദാചാർ കാ താവീസ് ബാന്ധനെ സെ ലോഗോ മേ ക്യാ പരിവർത്തൻ ആയ. ഈ തകിട് കെട്ടിയിട്ട് ജനങ്ങളിൽ എന്ത് മാറ്റമാണ് വന്നത്? तावीज़ बनाने वाले साधु ने दावा किया था कि तावीज़ बांधने से लोगों के मन में सदाचार की भावना जगेगी. അപ്പോൾ ഈ സാധു എന്താണ് ചലഞ്ച് ചെയ്തത്? ഈ സാധു എന്താണ് അവകാശപ്പെട്ടത്? ഈ ഒരു തകിട് കെട്ടിയാൽ മനുഷ്യരുടെ മനസ്സിൽ നല്ല വിചാരങ്ങൾ വരും, നല്ല സ്വരം വരും ആത്മാവിൽ നിന്ന്. उनका कहना था कि आत्मा की पुकार के अनुसार ही मनुष्य काम करता है. तावीज़ के बांधने पर लोगों की आत्मा से मात्र सदाचार की आवाज़ सुनाई देगी. ഇപ്പോൾ സാധു ഇവരെ മനസ്സിലാക്കിച്ചത് എങ്ങനെയാണ്? നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിൽ നല്ലതും ചീത്തയും രണ്ടും ഉണ്ട് നമ്മുടെ മനസ്സിൻ്റെ അകത്ത്. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യുമ്പം ഇത് കട്ടെടുക്കൂ എന്നുള്ളൊരു സ്വരം നമ്മുടെ ഉള്ളിൽ നിന്ന് വരും പോലും. അപ്പോൾ ഈ തകിട് കെട്ടിയാൽ അത് അരുത് എന്നുള്ള സ്വരമായിരിക്കും വരുന്നത്. और महीने के शुरुआती दिनों में सभी कर्मचारी सच में सदाचारी हो गए थे. മാസത്തിലെ തുടക്ക കാലഘട്ടത്തിൽ
എല്ലാ കർമ്മചാരികളും വാസ്തവത്തിൽ സദാചാരി ആയിരുന്നു. താവീസ് ബാന്ധനെ സെ ഉന്മേ കാഫി പരിവർത്തൻ ആ ഗയാ ഥ. അങ്ങനെ ആ സെൻസിൽ നോക്കുകയാണെങ്കിൽ തകിട് കെട്ടിയിട്ട് അവരിൽ നല്ല പരിവർത്തൻ വന്നിരുന്നു. नेक्स्ट क्वेश्चन, भ्रष्टाचार समाप्त करने के लिए विशेषज्ञों ने राजा को क्या सुझाव दिया? വിശേഷജ്ഞ ആ ടീം ഭ്രഷ്ടാചാർ മാറ്റാൻ വേണ്ടി എന്ത് സജഷനാണ് രാജാവിന് കൊടുത്തത്? राजा की आज्ञा के अनुसार 5 विशेषज्ञों ने 2 महीने के अंतर्गत भ्रष्टाचार के बारे में पूरी जानकारी हासिल कर लिया. 2 മാസം എടുത്ത് 5 സ്പെഷ്യലിസ്റ്റുകൾ അഴിമതിയെപ്പറ്റി ഫുൾ സ്റ്റഡി നടത്തി. और विस्तार पूर्वक राजा के सामने उन्होंने अपना सुझाव प्रस्तुत किया. विस्तार पूर्वक ഡീറ്റെയിൽ ആയിട്ട് അവരുടെ സജഷൻസ് രാജാവിൻ്റെ മുമ്പിൽ വെച്ചു. विशेषज्ञों ने कहा कि भ्रष्टाचार ईश्वर के समान सर्वव्यापी हो गया है. यहाँ तक कि राजा के सिंहासन तक में भ्रष्टाचार मौजूद है. അപ്പോൾ വിശേഷജ്ഞ എന്താണ് പറഞ്ഞത്? ये जो भ्रष्टाचार है ईश्वर के समान सर्वव्यापी है, यहाँ तक कि राजा के सिंहासन तक में वो मौजूद है. രാജാവിരിക്കുന്ന സിംഹാസനത്തിൽ വരെ അഴിമതിയുണ്ട്. उसे राज्य से पूर्ण रूप से हटाने की योजना भी वे बताते हैं. ഈ അഴിമതിയെ രാജ്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റാനുള്ള ഒരു യോജനയും അവർ ഒരു പ്ലാനും യോജന എന്തോ പ്ലാൻ അവർ പറയും. सबसे पहला कदम तो यह है कि व्यवस्था में बहुत परिवर्तन करने होंगे. ഏറ്റവും വലിയ കാര്യം വ്യവസ്ഥ മാറ്റണം, പരിവർത്തൻ ചെയ്യണം, ചേഞ്ച് ചെയ്യണം. ഭ്രഷ്ടാചാർ കെ മോക്കെ മിട്ടാനേ ഹോങ്കി. അഴിമതി ഉണ്ടാകാനുള്ള മോക്കെ മീൻസ് ചാൻസ്, എന്തുകൊണ്ട് അഴിമതി ഉണ്ടാകുന്നു അങ്ങനെ സാഹചര്യം, ആ സാഹചര്യം മാറ്റണം. ഉസ്കെ ലിയെ സബ്സെ പെഹലെ ठेका देने की प्रथा को हटा देना चाहिए. ആദ്യത്തെ സ്റ്റെപ്പ് കോൺട്രാക്റ്റ് കൊടുക്കുന്ന ആ ഒരു സിസ്റ്റം തന്നെ മാറ്റണം. क्योंकि ठेका है तो ठेकेदार है, और जब ठेकेदार है तो अधिकारियों को घूस है. കാരണം ഈ കോൺട്രാക്റ്റ് എന്നൊരു സംഭവം ഉണ്ടെങ്കിലേ ഓഫീസേഴ്സിന് കൈക്കൂലി കിട്ടത്തുള്ളൂ. यह बात भी विचारणीय होना चाहिए कि किन कारणों से आदमी घूस लेता है. അതുപോലെ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ ഈ കൈക്കൂലി എടുക്കാൻ പ്രേരിതനാകുന്നത് അതും സ്റ്റഡി ചെയ്യണം. इस प्रकार विशेषज्ञ अपनी योजना राजा के सामने पेश करते हैं. അങ്ങനെ ഈ സ്പെഷ്യലിസ്റ്റുകൾ 2 മാസത്തെ അവരുടെ അധ്വാനം അവർ ആ റിപ്പോർട്ട് രാജാവിൻ്റെ മുമ്പിൽ വെക്കും. ആ റിപ്പോർട്ടിൽ വിശദമായിട്ട് എങ്ങനെയാണ് അഴിമതി രാജ്യത്തിൽ നിന്ന് മാറ്റുന്നത് എന്നവർ പറയുന്നുണ്ട്. സോ മൂവിങ് ഓൺ ടു വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് 3 മാർക്സ് ക്വസ്റ്റ്യൻ. സദാചാർ का तावीज़ क्यों बनाया गया? सिंपल डायरेक्ट ചോദ്യമാണ്. राज्य में भ्रष्टाचार बहुत बढ़ गया था और लोगों को सदाचारी बनाने के लिए सदाचार का तावीज़ बनाया गया. मूविंग ऑन टू नेक्स्ट क्वेश्चन, सदाचार के तावीज़ का परीक्षण पहल किस जानवर पर किया गया और उसका परिणाम क्या था? सदाचार का तावीज़ का परीक्षण सबसे पहले कुत्ते पर किया गया. परिणाम स्वरूप ताबीज़ बांधने के बाद कुत्ता भी रोटी नहीं चुराता था. नेक्स्ट क्वेश्चन डायलॉग्स आने. हुजूर वह हमें नहीं दिखेगा, सुना है वह बहुत बारीक होता है. यह प्रसंग किस रचना का है? इसका रचनाकार कौन है? ഇത് സിമ്പിളായിട്ടാണ്. यह प्रसंग किस रचना का है, അത് सदाचार का तावीज़, रचनाकार हैं हरिशंकर परसाई जी. So once again best of luck for your exams. I will be soon uploading the other chapters.